ഹലോ ഗായ്സ്, വെൽക്കം ടു അ ന്യൂ വീഡിയോ. സോ ഇന്ന് ഞങ്ങൾ അവലാഞ്ചി ലേക്കിൽ പോകാമെന്ന് വിചാരിച്ചു. ഞങ്ങളുടെ വീട് കുന്നൂരിലാട്ടാ. അപ്പം ഞങ്ങളുടെ വീട്ടിൽ നിന്ന് അവലാഞ്ചി ലേക്കിൽ 36 കിലോമീറ്റർ ഉണ്ട്. ഊട്ടി വരെ വരാൻ അറിയാമല്ലോ. പിന്നെ ഊട്ടിയിൽ നിന്ന് ഞങ്ങൾ ഗൂഗിൾ മാപ്പ് ഇട്ടു. ഞങ്ങൾ മാപ്പ് നോക്കി പോയിട്ട് ഏതൊക്കെയോ ഇടവഴി കൂടെ ഞങ്ങൾ അകത്തേക്ക് കയറി. പോകും തോറും വഴിയൊക്കെ അങ്ങ് ചെറുതായിക്കൊണ്ടേയിരിക്കും. പിന്നെ ഞങ്ങൾക്കൊരു ഡൗട്ട്, ഞങ്ങൾ കറക്റ്റായിട്ട് തന്നെയാണോ ലൊക്കേഷൻ അടിച്ചിരിക്കുന്നതെന്ന് ഞങ്ങളൊന്ന് റീചെക്ക് ചെയ്ത് നോക്കി. പിന്നെ ഗ്രാമത്തിൻ്റെ ഉള്ളിൽ കൂടെയൊക്കെ ആയിരുന്നു പോകുന്നത്. പിന്നെ കുറേ നല്ല വീടുകളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഈ ഗ്രാമത്തിൽ നിന്ന് പുറമെ കുറച്ച് പോർഷുള്ള വീടുകളും ഒക്കെ കണ്ടായിരുന്നു. ഞങ്ങളിങ്ങനെ പൊക്കോണ്ടിരുന്നപ്പോൾ ഒരു കാര്യം ശ്രദ്ധിച്ചു. ഞങ്ങൾ കാണുന്ന ഫുള്ള് സ്ഥലത്താണെങ്കിൽ എല്ലാ സ്ഥലത്തും ആണെങ്കിൽ കൃഷിയായിരുന്നു നടന്നുകൊണ്ടിരിക്കുന്നത്. അല്ലെങ്കിൽ നമ്മൾ പൊതുവെ തേയിലത്തോട്ടമാണല്ലോ കാണുന്നത്. ഞങ്ങൾ തേയിലത്തോട്ടം കണ്ടതേ കുറവായിരുന്നു. ഏതോ 2-3 മാത്രമേ കണ്ടുള്ളൂ. ബാക്കി ഫുള്ള് കൃഷിയായിരുന്നു ഞങ്ങൾ കണ്ടുകൊണ്ടിരുന്നത്. അങ്ങനെ ഇച്ചായനെ ഇറങ്ങിയിട്ടാണെങ്കിൽ ഒരാളോട് ചോദിച്ചു, ഇതിപ്പോൾ എന്ത് കൃഷിയാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നതെന്ന് ചോദിച്ചു. അവരവിടെ വെള്ളം നനച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ ക്യാരറ്റും വെളുത്തുള്ളിയുടെ കൃഷിയാണ് ഇപ്പോഴത്തെ സീസൺ അതാണെന്ന് പറഞ്ഞു. ഇനി അടുത്ത മാസം തൊട്ട് കഴിഞ്ഞിട്ട് റാഡിഷും വേറെന്തൊക്കെയോ പറഞ്ഞു, അത് ഇച്ചായന് മനസ്സിലായില്ല. അപ്പോൾ അതാണ് ഇനി അടുത്ത മാസം കൃഷി ചെയ്യുന്നതെന്നും പറഞ്ഞു. ഇച്ചായനപ്പോൾ ചോദിച്ചു ഇതെങ്ങനെയാണ് സെയിൽ ചെയ്യുന്നതെന്ന്. അയാൾ പറഞ്ഞു അവരിത് പറിച്ചിട്ട് കൊണ്ടുപോയി സെയിൽ ചെയ്യാറില്ല. ഒരു സ്ഥലം നോക്കിയ ഒരു മീഡിയേറ്റർ ആ ഫുൾ സ്ഥലത്തോടെ ചേർത്താ മേടിക്കാറ്. അങ്ങനെ ഞങ്ങൾ ഗ്രാമത്തിൻ്റെ ഉള്ളിലൊക്കെ യാത്ര ചെയ്തിട്ട് ഞങ്ങളൊരു ചെക്ക് പോസ്റ്റ് എത്തി. ഫോറസ്റ്റ് ചെക്ക് പോസ്റ്റിലേക്ക് ഞങ്ങൾ എത്തി. ഇവിടെയാട്ടോ നമ്മൾ ടിക്കറ്റ് എടുക്കുന്നത്. നമ്മളിവിടെ നമ്മുടെ ഡീറ്റെയിൽസ് ഒക്കെ കൊടുക്കും. നമ്മുടെ പേര്, നമ്മുടെ ഏത് സ്ഥലത്തു നിന്നാണ് വരുന്നത്, എത്ര പേരുണ്ട്, കുട്ടികൾ എത്ര പേരുണ്ട് എന്നൊക്കെ പറഞ്ഞ് ഡീറ്റെയിൽസ് കൊടുക്കും. ഇവിടെ ഒരു കാര്യം എന്താണെന്ന് പറഞ്ഞാൽ ക്യാഷ് ഇല്ല. ഇവിടെ ഓൺലൈൻ പേയ്മെൻറ്റ് മാത്രമേ ഉള്ളൂ. പിന്നെ ടിക്കറ്റിൻ്റെ പ്രൈസ് പെർ ഹെഡ് 20 റുപ്പീസേ ഉള്ളൂ. പിന്നെ ബാക്കി എല്ലാ ഡീറ്റെയിൽസും അവിടെയുണ്ട്. വീഡിയോ ക്യാമറയ്ക്കും എല്ലാം സെപ്പറേറ്റ് ആയിട്ട് അവർ എടുക്കുന്നുണ്ട്. അങ്ങനെ ഞാൻ ചോദിച്ചു ഇവിടെ നിന്ന് ഇനി എത്ര കിലോമീറ്റർ ഉണ്ട്. അയാൾ പറഞ്ഞു 3 കിലോമീറ്റർ ഉണ്ട്. പക്ഷെ നമ്മുടെ ഗൂഗിൾ മാപ്പിൽ ഇവിടെ വരെ നമ്മളെ കാണിക്കത്തുള്ളൂ. അറൈവ്ഡ് എന്ന് കാണിക്കും. അപ്പം ഞാൻ ഇച്ചാനോട് ചോദിച്ചു എന്തീ അവലാഞ്ചി ലേക്കൊന്നും കാണുന്നില്ലല്ലോ. പക്ഷെ അവിടെ നിന്നും ചെക്ക് പോസ്റ്റിൽ നിന്നും 3 കിലോമീറ്റർ നമുക്ക് പോകാനുണ്ട്. അങ്ങനെ ഞങ്ങൾ എത്തി. ഇതാണ് അതിൻ്റെ പാർക്കിംഗ് ഏരിയ. അത്യാവശ്യത്തിന് വലിയ പാർക്കിംഗ് ഏരിയ ആണ്. ഈ അവലാഞ്ചിയിലേക്ക് നമുക്ക് കാണുന്ന രാവിലെ 9 മണി തൊട്ട് 5 മണി വരെ ഉള്ളൂ. ഞങ്ങൾ പിന്നെ എന്നും ലേറ്റ് ആയതുകൊണ്ട് ഞങ്ങൾ 4 മണിക്ക് അവിടെ എത്തിയത്. 1 മണിക്കൂറുണ്ട്. അപ്പം 1 മണിക്കൂർ നമുക്ക് എക്സ്പ്ലോർ ചെയ്യാമെന്ന് പറഞ്ഞു. സോ നേരെ കാണുന്നതാണെങ്കിൽ ഫോറസ്റ്റ് ആണ്. അത് ജീപ്പ് സഫാരിയൊക്കെ ഇവിടെ ഉണ്ട്. അതിൻ്റെ ഡീറ്റെയിൽസ് ഇതെല്ലാം പോയി എക്സ്പ്ലോർ ചെയ്ത് കഴിഞ്ഞിട്ട് വന്നിട്ട് ചോദിക്കാമെന്ന് ഇച്ചായൻ പറഞ്ഞു. അങ്ങനെ ഇച്ചായൻ അയാളോട് ചോദിച്ചു എങ്ങനെയാണ് ലേക്കിലേക്ക് പോകുന്നത്, വഴിയെല്ലാം അയാൾ കാണിച്ചു തന്നു. പക്ഷേ ഇപ്പോൾ ആണെങ്കിൽ വെള്ളം കുറവാണ്. ഇനി 3 മാസം കഴിഞ്ഞിട്ട് മഴയൊക്കെ പെയ്ത് കഴിയുമ്പോൾ വെള്ളമൊക്കെ ഉണ്ടാവും. ഇപ്പം കുറവാണെന്ന് അയാൾ പറഞ്ഞത്. ശരി, എന്തായാലും പോയി കാണാമെന്ന് വിചാരിച്ചു. ഇവിടെ ആണെങ്കിൽ ഫുഡൊക്കെ കൊണ്ടുപോകാൻ പറ്റുമോ അറിയില്ല. ആരും കൊണ്ടുവരുന്നൊന്നും കണ്ടിട്ടില്ല. പക്ഷെ കൊണ്ടുവരാതിരിക്കുന്ന നല്ലത്. ഇവിടുത്തെ മങ്കീസ് ഭയങ്കര ഡേഞ്ചറസ്. അവർക്കൊരു പേടി പോലും ഇല്ല. നമ്മുടെ കയ്യിൽ എന്താ ഉള്ളതോ അപ്പം തന്നെ നമ്മുടെ കയ്യിൽ നിന്ന് തട്ടിപ്പറിക്കും. അതുപോലെ അവർക്കൊരു പേടി പോലും ഇല്ല. നമ്മൾ ഓടിച്ചു വിട്ടാലും അത് നമ്മളെ പേടിപ്പിക്കുക. അതുകൊണ്ട് ഇവിടുത്തെ മങ്കീസ് കുറച്ച് ഡേഞ്ചേഴ്സ് ആണ്. ഈ മരത്തിൻ്റെ ഇടയ്ക്കൂടെ നടന്നു പോകാൻ എന്തോ ഒരു ഭംഗിയായിരുന്നെന്നറിയോ. അപ്പോഴാണ് ഞങ്ങളൊരു മലയാളി ഫാമിലീനെ പരിചയപ്പെട്ടത്. നമ്മൾ മലയാളീസ് ആണെന്ന് അറിയുമ്പോൾ നമ്മളൊരു ചോദ്യം ചോദിക്കലോ, നാട്ടിലെവിടെയാണ്? അതും മലയാളീസിൻ്റെ ഒരു സ്പെഷ്യാലിറ്റി തന്നെയാണ്. അങ്ങനെ ഞങ്ങൾ അവരോട് സംസാരിച്ചിട്ട് മുന്നോട്ട് നടന്നു. ഓൾറെഡി ഞങ്ങൾ ലേറ്റ് ആയിട്ടാണല്ലോ വന്നത്. 5 മണി വരെ ഉള്ളല്ലോ. ഇത് എക്സ്പ്ലോർ ചെയ്ത് കാണണ്ടേ. അങ്ങനെ ഞങ്ങൾ നോക്കിയപ്പോൾ ഒരു കുഞ്ഞ് ബ്രിഡ്ജ് കണ്ടു. നല്ല ഭംഗിയുണ്ടായിരുന്നു ആ ബ്രിഡ്ജ് കാണാൻ. പിന്നെ എന്തെങ്കിലും കണ്ടു കഴിഞ്ഞാൽ പിന്നെ ഫോട്ടോസ് എടുക്കാതിരിക്കില്ലല്ലോ. പിന്നെ ഞങ്ങൾ കുറച്ച് ഫോട്ടോസൊക്കെ അവിടെ നിന്ന് എടുത്തു. ഇവിടെയാണെങ്കിൽ ഈ വുഡനും കൊണ്ട് ഇരിക്കാൻ വേണ്ടി അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ ദൂരെ നിന്ന് നോക്കിയപ്പോഴാണ് കുറച്ച് ആൾക്കാരാണെങ്കിൽ അവിടെ ബെഡ്ഷീറ്റൊക്കെ വിരിച്ചിട്ട് അവിടെ ആണെങ്കിൽ സീനറിയും കണ്ടുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ഇതാണ് ഞങ്ങൾ കാണാൻ വന്ന അവലാഞ്ചി ലേക്ക്. പക്ഷേ അയാൾ നേരത്തെ പറഞ്ഞ പോലെ വെള്ളം കുറവാണ്. അങ്ങനെ ഞങ്ങൾ വിചാരിച്ചു ശരി, എന്തായാലും ഞങ്ങൾ അങ്ങോട്ട് ലേക്കിൻ്റെ സൈഡിലോട്ട് പോയി നോക്കാം എങ്ങനെയുണ്ടെന്ന്. എബിക്കുട്ടൻ നടക്കുന്ന കണ്ടപ്പോൾ ഇച്ചൂട്ടനും നടക്കണമെന്നുണ്ട്. പിന്നെ പുല്ലായതുകൊണ്ട് അവൻ വീണാലും വലിയ കുഴപ്പമൊന്നുമില്ല. അവന് നടക്കാനും ഒരു സുഖം ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ അവനെ ഇറക്കി വിട്ടു. എബിക്കുട്ടനായാലും ഇച്ചൂട്ടനായാലും ഭയങ്കര എൻജോയ് ചെയ്യുമായിരുന്നു അവർ.
അങ്ങനെ ഇവിടെ മാത്രമേ ഉള്ളൂ ചെറുതായിട്ടുള്ള ഒരു പച്ചപ്പുള്ളത്, ബാക്കിയെല്ലാം ഡ്രൈ ആയിട്ടായിരിക്കുന്നത്. പക്ഷെ എനിക്ക് കണ്ടപ്പം നമ്മുടെ ക്ലാസ്മേറ്റിൻ്റെ ബുക്കും ഡെസ്ക്ടോപ്പിലുള്ള വാൾപേപ്പർ പോലെ എനിക്ക് തോന്നി. അത്രയ്ക്ക് ഭംഗിയുണ്ടായിരുന്നു കാണാൻ. അങ്ങനെ വെള്ളത്തിന് വലിയ ഒഴുക്കൊന്നുമില്ല, പക്ഷേ നല്ല സൗണ്ട് ഉണ്ട്, വെള്ളത്തിൻ്റെ ആ ഫോഴ്സിൻ്റെ നല്ല സൗണ്ട് ഉണ്ട്. പക്ഷെ ഒരു കാര്യം മാത്രം എന്താണെന്ന് പറഞ്ഞാൽ കുറച്ച് സ്ലിപ്പറിയാണ്, അതുകൊണ്ട് നമ്മൾ വെള്ളത്തിലോട്ട് ഇറങ്ങുമ്പോൾ ഒക്കെ സൂക്ഷിക്കണം. പക്ഷെ കുളിക്കാനൊന്നും നമുക്ക് പറ്റത്തില്ല, അവിടെ സ്ട്രിക്റ്റ് ആയിട്ട് എഴുതിയിട്ടുണ്ട് നമുക്ക് കുളിക്കാനോ അങ്ങനെയൊന്നും പറ്റില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. ഞാൻ പിന്നെ കുറച്ച് നേരം വെള്ളത്തിലൊക്കെ തൊട്ട് നോക്കിയപ്പോൾ നല്ല തണുപ്പുണ്ട്, അതുപോലെ നല്ല കാറ്റും ഉണ്ടായിരുന്നു അവിടെ. എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഇതൊരു മസ്റ്റ് വിസിറ്റ് സ്പോട്ടെന്നേ ഞാൻ പറയുള്ളൂ. അത് പറയാൻ കാരണം എല്ലാവരും ആണെങ്കിൽ അടുത്തുള്ള ടൂറിസ്റ്റ് സ്പോട്ടിലേ പോകാറുള്ളൂ, ഇത്രയും കിലോമീറ്റർ ഓടിച്ചിട്ട് കുറേ പേര് വരാറില്ല. നല്ല ബ്യൂട്ടി സ്പോട്ടൊക്കെ കിട്ടണമെങ്കിൽ, ആ നല്ലൊരു വൈബ് കിട്ടണമെങ്കിൽ കുറേയൊക്കെ നമ്മൾ സ്ട്രഗിൾ ചെയ്ത് ഇത്രയും ട്രാവൽ ചെയ്ത് വന്നാലേ നമുക്ക് ആ വൈബ് കിട്ടുള്ളൂ. അങ്ങനെ എബിക്കുട്ടനാണെങ്കിൽ കാലിട്ട് വെള്ളത്തിലിരുന്ന് കഴിഞ്ഞപ്പം ഇച്ചൂട്ടനും ഇരിക്കണമെന്ന്. അങ്ങനെ ഇച്ചായൻ അവൻ്റെ സോക്സൊക്കെ ഊരിയിട്ടാണെങ്കിൽ അവിടെ കൊണ്ടുപോയി നിർത്തി. അവനാണെങ്കിൽ കാലിട്ട് ഭയങ്കര കളിയായിരുന്നു. പിന്നെ അവന് തിരിച്ചു കയറാൻ ഒരു താല്പര്യമില്ലായിരുന്നു. അങ്ങനെ ഞങ്ങളതെല്ലാം കണ്ട് അവിടുന്ന് ഇറങ്ങി. ഞാൻ നിങ്ങളോട് ജീപ്പ് സഫാരിയുടെ കാര്യം പറഞ്ഞില്ലേ, ഇച്ചായൻ ചോദിച്ചപ്പോൾ പെർ പേഴ്സണിന് 250 റുപ്പീസാണ്. അതിൽ 8 പേർക്ക് അക്കോമഡേറ്റ് ചെയ്യാം. അങ്ങനെ 1 hour ആണ് ജീപ്പ് സഫാരിയുടെ ടൈമിങ്. പിന്നെ ഓൾറെഡി 5 മണി ആയാലും 5 മണി വരെ ഉള്ളൂ, അതുകൊണ്ട് ഞങ്ങൾ ജീപ്പ് സഫാരിക്ക് പോയില്ല. എന്തായാലും നെക്സ്റ്റ് ടൈം ഞങ്ങൾ പോയിട്ട് അതിൻ്റെ എക്സ്പീരിയൻസ് നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നത് തന്നെയാണ്. അങ്ങനെ ഞങ്ങൾ ചായ കുടിക്കാൻ ചായക്കടയിൽ നിർത്തി. അയ്യോ, ഞാൻ നിങ്ങളോടൊരു കാര്യം പറയാൻ മറന്നുപോയി. ഞങ്ങൾ വന്നുകൊണ്ട് ഇരുന്നപ്പോഴാണ് ഒരു ലെപ്പേർഡ് ഞങ്ങളുടെ കാറിന് മുന്നിൽ ക്രോസ് ചെയ്തു പോയത്. ഇച്ചായം പുലി എന്ന് പറയുന്നുണ്ടായിരുന്നു, പക്ഷെ ഞങ്ങൾക്ക് വീഡിയോ എടുക്കാനോ ഒന്നും പറ്റിയില്ല. അത് സ്പീഡിലാണ് ഞങ്ങളുടെ കാറിൻ്റെ മുന്നിൽ നിന്ന് ക്രോസ് ചെയ്ത് പോയത്. എല്ലാവരും പറയും ഊട്ടിയിലാണെങ്കിൽ കരടിയുണ്ട് പുലിയുണ്ടെന്ന്, പക്ഷെ ഇതുവരെ ഞാൻ കണ്ടില്ല. ഇന്ന് എന്തായാലും ഞാൻ കണ്ടു. ഞങ്ങൾക്ക് ക്യാമറയിൽ എടുക്കാനേ പറ്റിയില്ല, അത്രയ്ക്ക് സ്പീഡിലാ പുലി ഓടിയത്. സോ ഇന്നിവിടെ വൈൻഡ് അപ്പ് ചെയ്യുന്നു. ഇനി അടുത്ത വീഡിയോ കാണുന്നവരെ ടിൽ ദെൻ ബൈ.